ഹലോ, ഇന്ന് മദ്രാസ് ഡേ. ഞാനൊരു മദ്രാസിയായിട്ട് 18 വർഷം തികയാണ് കേട്ടോ. നമ്മുടെ CM വിജയ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് உங்களுக்கு കേരള പിടിക്കുമോ ചെന്നൈ പിടിക്കുമോ എന്നുള്ളൊരു ചോദ്യം എങ്കിട്ട് നിറയെ പേർ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയാമോ? 6 മാസം എനിക്കിഷ്ടം ചെന്നൈ, അത് കഴിഞ്ഞാൽ 6 മാസം കേരള, അങ്ങനെയാണ്. പക്ഷേ ചെന്നൈ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും മാംഗോ പുഡിംഗ് കാഴ്ചവെക്കുന്നു. ഫസ്റ്റ്, എനിക്കിവിടുത്തെ അമ്പലങ്ങൾ നമ്മുടെ കേരളയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ അമ്പലങ്ങൾ, ഇവിടുത്തെ സ്കൾപ്ചേഴ്സ് ആയാലും ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഇവിടുത്തെ ഐഡോൾസ് ആയാലും എല്ലാം ടോട്ടലി ഡിഫറെൻ്റാണ് ഇവിടുത്തെ ആംബിയൻസും. പക്ഷേ ചില സമയത്ത് എനിക്ക് കേരളയിലുള്ള ആ ഓടിട്ട നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള അമ്പലങ്ങളാണ് എനിക്ക് ചിലപ്പോൾ ഇഷ്ടം തോന്നും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലോ ഇത് കാണുമ്പോൾ ഇതിനോടൊരു ഇഷ്ടവും, ഇവിടുത്തെ ഈ പ്രസാദം പുളിയോദര ഇതും വലിയ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അമ്പലങ്ങൾ വളരെ ഡിഫറെൻ്റാണ് കേട്ടോ. ഇവിടെ ഒരുപാട്, ഇത് ശിവൻ ടെമ്പിൾ ആണെങ്കിലും ഒരുപാട് അമ്പലങ്ങൾ ഞാൻ പുതിയത് തേടി പിടിച്ച് പോകാറുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് തമിഴ്നാട് സ്റ്റേപ്പിൾ ഫുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിന് റാഗി കൊണ്ടുള്ള ഈ ഒരു റാഗി മുഡ്ഡ എന്ന് പറയും. പിന്നെ ഇവരുടെ ഇഡ്ഡലി, ദോശ, പൊങ്കൽ, വട എന്നിവയെല്ലാം കേരളത്തിൽ നിന്നും രുചിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ദോശയിലെല്ലാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ചിലത് നമ്മൾ വിചാരിക്കാത്ത ഐറ്റംസ് കൊണ്ടൊക്കെയാണ് ഇവർ ദോശ ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ് ഇഡ്ഡലിയും. റാഗി പോലും, റാഗി മുഡ്ഡയുടെ കൂടെ അവർ കൂടെ കഴിക്കാൻ കൊടുക്കുന്ന ഒരു മീൻ കുഴമ്പുണ്ട്, മീനില്ലാത്ത മീൻ കുഴമ്പ്, അതേ ടേസ്റ്റിൽ. ഇതെല്ലാം വളരെ ഡിഫറെൻ്റാണ്. ഫുഡ് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇതെല്ലാം ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തമിഴ്നാടിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇനിയുമുണ്ട് ഒരുപാട് കാരണങ്ങൾ ഇഷ്ടപ്പെടാൻ, അതും ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ CM വന്നതിന് ശേഷം സ്ത്രീ സുരക്ഷ, അത് ഇവിടെ രാത്രിയിൽ നിന്നില്ല, പകലെന്നില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറങ്ങി നടക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ ആയിരിക്കും വരിക വീട്ടിലേക്ക്. എനിക്ക് വളരെ സേഫ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അടുത്ത ഐറ്റമാണ് ഇങ്ങനെയുള്ള റൈസ് മിക്സ് പൗഡേഴ്സ്. ഒരുപാട് തരത്തിലുണ്ട്. ഗോങ്കുര, മുരിങ്ങ, കീര, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പൊടികളെല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ മിക്സുകൾ കടയിലും കിട്ടും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്, ഒരു ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ ഈ ഒരു മിക്സ് വേഗം മിക്സ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരു ലഞ്ച് റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുരിങ്ങ കൊണ്ട്. അങ്ങനെ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹെൽത്തിയുമാണ്. പെട്ടെന്ന് ലെഫ്റ്റ് ഓവർ റൈസിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം. ഇതുപോലെയുള്ള കുറേ പൗഡേഴ്സ് ഇവിടെ വാങ്ങാൻ കിട്ടും. അതുപോലെയാണ് തൊക്ക്. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം എനിക്കിഷ്ടമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അമ്പലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അമ്പലങ്ങളിൽ ഇവിടെ തിരുവിഴ നടക്കാറുണ്ട്. തിരുവിഴ എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ. ഇവിടെയുള്ള ദേവീദേവന്മാർക്കൊക്കെ അവർ കൊടുക്കുന്ന ആ അലങ്കാരങ്ങൾ, ഇങ്ങനെ കൊടുക്കുന്ന പുഷ്പാഭിഷേകവും പുഷ്പാലങ്കാരങ്ങളും ഒന്നും നമ്മൾ കേരളത്തിൽ കാണാറില്ല. അതുകൊണ്ട് ഒട്ടുമിക്ക തിരുവിഴകളിലും ഞാൻ പോയി പങ്കെടുക്കാറുണ്ട്. ഇവിടെ തന്നെ കണ്ടോ, ഇങ്ങനെ പൂവുണ്ട്, ഇങ്ങനെ പൊതിഞ്ഞ ദേവീദേവന്മാരെ എല്ലാം ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ ഇവിടെ ഇത്രയ്ക്ക് അലങ്കാരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇവിടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും ഇവർ വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കാറുള്ളത്. മാത്രമല്ല ഈ തമിഴ്നാട്ടിലുള്ള എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും ഭയങ്കര ഭക്തി കൂടുതലുള്ളവരാണ്. കേരളത്തിലെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെയുള്ളവർ തിരുപ്പതി വരെ പോയി മൊട്ടയൊക്കെ അടിച്ചു വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്ത ഇവരുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് പനിയാരം. ഈ പനിയാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് ഓവർ റൈസ് ഇഡ്ഡലി മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. ഇതിനായിട്ട് തനിയെ ഉണ്ടാക്കാതല്ല, ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി മാവ് കൊണ്ടും ഉണ്ടാക്കാം. അതിൽ നമ്മുടെ പച്ചമുളക്, ഉള്ളി എല്ലാം, കടുകെല്ലാം വറുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഒരു പനിയാരം. ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടെങ്കിൽ അടിഗംഭീരം എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ഒരു ഐറ്റമാണ് തട്ട് ഇഡ്ഡലി.
തട്ടിഡ്ലി എൻ്റെ ഫേവറേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓഫീസിലിരുന്ന് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നതാണ് തൊട്ടടുത്ത കടയിൽ നിന്നും ഈ തട്ടിഡ്ലി. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഇതൊക്കെ ഇവിടുത്തെ തന്നെ കഴിച്ചാലേ അതിൻ്റെ തനിയതായ രുചി കിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാമ്പാറും തക്കാളി ചട്നിയും വണ്ടി തണ്ണി ചട്നി എന്ന് പറയുന്ന ചട്നി വരെ ഇവിടുത്തെ തന്നെ കഴിക്കണം. ഇതൊന്നും കേരളയിൽ കിട്ടില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഇതെല്ലാം എനിക്ക് ചെന്നൈയിനെ കൂടുതൽ ഇഷ്ടം വരാനുള്ള ഓരോരോ റീസൺസാണ്. ഇനിയുമുണ്ട് ഇവിടെ കുഴമ്പുകൾ, അതായത് വത്തക്കുഴമ്പ്, കാരക്കുഴമ്പ്, സുണ്ടക്കാക്കുഴമ്പ്, തക്കാളിക്കുഴമ്പ് എന്ന് പറഞ്ഞ ഒരുപാട് പുളിയെല്ലാം ഒഴിച്ചിട്ടുള്ള കുഴമ്പുകൾ ധാരാളമായിട്ട് എല്ലാ ലഞ്ചിൻ്റെ കൂടെയും കിട്ടാറുണ്ട്. അതെല്ലാം ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ആന്ധ്രാസ് കുറച്ച് കൂടുതലാണ്. ആന്ധ്ര പീപ്പിൾ, കേരളത്തിലധികം കാണാറില്ല. അവരിൽ നിന്നും ഞാൻ ഒരുപാട് റെസിപ്പീസ് എല്ലാം പഠിച്ച് അത് ഞാൻ വീട്ടിൽ വന്ന് ഉണ്ടാക്കി നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ. തക്കാളി കുഴമ്പ്, വത്തക്കുഴമ്പ് എന്നാണ് പറയുക. വന്ന് കുഴമ്പായിപ്പോയി. എല്ലാത്തിനും ഉപരി എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മന്താണ് ഡിസംബർ. ഡിസംബറിലിവിടെ മാർഗഴി മാസമാണ്. അന്നാണ് ഇവിടെ എല്ലാ ഹോളുകളും ബുക്ക്ഡ് ആയിരിക്കും. എന്താണെന്നറിയോ, ഇവിടെ ഫുള്ളായിരിക്കും നമ്മുടെ കോൺസേർട്ട്, കച്ചേരി, കർണാട്ടിക് ആയാലും ഡാൻസ് ആയാലും ഒരുപാട് ആഘോഷങ്ങളൊക്കെ ആയിരിക്കും. മാർഗഴി മാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർണാട്ടിക് സിംഗേഴ്സിനൊന്നും പിന്നെ റെസ്റ്റേ ഇല്ല. എസ്പെഷ്യലി നമ്മുടെ ശോഭന മാമിനും ഡാൻസേഴ്സിനായാലും ഒക്കെ. നമ്മുടെ കർണാട്ടിക് സിംഗേഴ്സായ നിത്യശ്രീ, സൗമ്യ, സുധാ രഘുനാഥ് ഇങ്ങനെയുള്ളവരൊക്കെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഇങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ നിറഞ്ഞിരിക്കും ഓരോരോ കോൺസേർട്ട്സ് എവിടെയാണെന്ന്. അതെല്ലാം തപ്പിപ്പിടിച്ച് പോകലാണ് എൻ്റെ ജോലി. അങ്ങനെ പോയതാണ് ഇങ്ങനെ ശോഭന മാമിൻ്റെ ഒരു കോൺസേർട്ട്. നാരദ ഗാനസഭയിലായിരുന്നു. ശോഭന മാമിൻ്റെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ സിഗ്നേച്ചർ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഞാൻ മറ്റൊരുപാട് ഡാൻസേഴ്സിൻ്റെ പോയി കാണാറുണ്ട്. ശോഭന മാമിൻ്റെ മാത്രമല്ല, ഒരുപാട് ഞാൻ കാണാറുണ്ട്. പക്ഷേ ശോഭന മാമിൻ്റെ ഞാൻ എടുത്ത് ഇവിടെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പോകുന്നതെല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിന് മുമ്പും കുറേ ഇടാറുണ്ട്, ഇട്ടിട്ടുമുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ശോഭന മാമിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ മാത്രം എടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ മാർഗഴി മാസം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഡിസംബർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഓരോ കോൺസേർട്ട്സ് ഉണ്ടാവും ഡെയിലി. ഫ്രീ ടിക്കറ്റ്സും ഉണ്ട് കേട്ടോ. ശോഭന മാമിൻ്റെ മാത്രം കുറച്ച് എക്സ്പെൻസീവ് ആകും. ചിലവരെല്ലാം പേയ്മെൻറ്റ് ടിക്കറ്റ് വയ്ക്കാറുണ്ട്. ചിലവർ ഫ്രീ ആയിരിക്കും. അങ്ങനെ രാവിലെ മുതൽക്കൊണ്ട് രാത്രി വരെ ബുക്ക്ഡ് ആയിരിക്കും ഓരോരോ ഷോസും. ശോഭന മാമിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഫോട്ടോ എടുത്തത്. സംസാരിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ത്രില്ലിൽ ഏത് ഷോ കഴിഞ്ഞ് ഇറങ്ങിയാലും തൊട്ടടുത്തുള്ള വസന്തഭവനിൽ കയറിയിട്ടൊരു ഫുഡ് അടിക്കുക എന്നുള്ളത് അതിലും വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊന്നും എനിക്ക് കേരളയിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യാൻ ചെന്നൈയിലാണ് അവസരങ്ങൾ കിട്ടുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഫിൽറ്റർ കോഫിയും. ഇതിനപ്പുറം എന്താണ് ചെന്നൈനെ കൂടുതൽ സ്നേഹിക്കാൻ, അല്ലേ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.